നോമ്പ് തികച്ചും വ്യക്തിപരമായ ഒരു ആരാധനയാണ്. മനുഷ്യനും ദൈവവും മാത്രം പരസ്പരം അറിയുന്ന, ഭക്തനും ദൈവത്തിനുമിടയിൽ മാത്രം ബാധകമായ ഒരു ആരാധനാകർമ്മം. അതിനാൽ തന്നെ ഓരോ വ്യക്തിയുടെയും നോമ്പ് വ്യത്യസ്തമാണ്. കച്ചവടക്കാരൻ്റെ നോമ്പല്ല വീട്ടമ്മയുടെ നോമ്പ്, സൈനികന്റെ നോമ്പല്ല ഉദ്യോഗസ്ഥന്റെ നോമ്പ്, വിപ്ലവകാരുടെ നോമ്പല്ല പുരോഹിതന്റെ നോമ്പ്, ന്യായാധിപന്റെ നോമ്പല്ല തടവുകാരന്റെ നോമ്പ്. ഏറ്റവും പ്രശസ്തനായ മലയാളി തടവുകാരൻ ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേയുള്ളൂ. അത് അബ്ദുൽ നാസർ മഅ്ദനിയാണ്. 3 പതിറ്റാണ്ടോളം നീളുന്ന തന്റെ പൊതുജീവിതത്തിൽ പകുതിയും അദ്ദേഹം തടവറയിലായിരുന്നു. ആദ്യം 9.5 വർഷം കോയമ്പത്തൂരിലെ തടവറയിൽ വിചാരണ തടവുകാരനായി. 1 പതിറ്റാണ്ടോളം നീണ്ട വിചാരണയ്ക്കൊടുവിൽ നിരപരാധിയെന്ന് കണ്ട് അദ്ദേഹത്തെ വിട്ടയച്ചു. 2010 ബംഗളൂരു സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ട് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തെ ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ അടച്ചു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹം ബംഗളൂരുവിലെ സഹായ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജയിൽ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ആരാധനാകർമ്മങ്ങൾക്ക് മുടക്കം വരുത്താത്ത മഅ്ദനി ഈ റമദാനിലും നോമ്പുകാരനാണ്. ഇപ്പോൾ ആശുപത്രിയിലാണ്, കുടുംബം ഒപ്പമുണ്ട്. അതൊരു വലിയ ആശ്വാസമാണ്. ഭാര്യയുണ്ട്, ചിലപ്പോഴൊക്കെ മക്കൾ വരാറുണ്ട്. അങ്ങനെ ഒരു വലിയ ആശ്വാസവും സമാധാനവും നോമ്പ് കാലത്തും അല്ലാത്തപ്പോഴും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു കുറെ കൂടി സന്തോഷകരമായൊരു നോമ്പാണ് ഈ നോമ്പ് എന്ന് പറയാൻ പറ്റും. മഅ്ദനിയുടെ 2ാം തടവ് ജീവിതം ആരംഭിക്കുന്നത് ഒരു റമദാനിലായിരുന്നു. നോമ്പുകാരനായിരിക്കെ തടവിലാവുക, തടവിൽ ആ നോമ്പ് നോക്കുക. 2ാമത്തെ തടവ് ജീവിതാരംഭത്തിൽ മഅ്ദനിക്ക് ഇതൊന്നും പുത്തരിയായിരുന്നില്ല. നോമ്പുകാരനായിരിക്കവെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അന്നത്തെ നോമ്പുതുറ തിരുവനന്തപുരം എയർപോർട്ടിലായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങിത്തന്ന ചെറിയ ലഘുഭക്ഷണം കഴിച്ചെന്ന് നോമ്പ് തുറന്നു. അതിനുശേഷം പിന്നീട് അടുത്ത 10 ദിവസം ഞാൻ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അത് മതിവാളയിലെ ഈ കൊടും ഭീകരവാദികളെയും കൊടും കൊള്ളക്കാരെയും ഒക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെല്ലുണ്ട്, ഇൻട്രഗേഷൻ സെൻ്ററാണ് അവരുടെ. അതിലെ ഒരു സെല്ലിലായിരുന്നു പിന്നീട് 10 ദിവസത്തെ നോമ്പ്. അതും നോമ്പ് മുറിക്കുമ്പോൾ പോലീസുകാർ വാങ്ങിത്തരുന്ന ഭക്ഷണം കഴിച്ച് നോമ്പ് മുറിച്ച്, അത്താഴത്തിന് പ്രത്യേകിച്ച് പൊതുവേ തന്നെ കുറേ വർഷങ്ങളായി ഞാൻ അത്താഴം കൂടുതലൊന്നും ഭക്ഷണം കഴിക്കാറില്ല. ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ചെറിയ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ആ നിലയിൽ അവിടുന്ന് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും നോമ്പുകാരനായിട്ടാണ് ജയിലിലെത്തിയത്. അപ്പോൾ അന്ന് നോമ്പ് ഏതാണ്ട് അവസാനിക്കാനെടുക്കുന്ന ഘട്ടത്തിലാണ് പരപ്പന അഗ്രഹാര ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. അപ്പോൾ ജയിലിൽ ശരിക്കും ഒരു നോമ്പ് തുറക്കാനുള്ള ഒരു സംവിധാനമോ കാര്യങ്ങളോ ഒക്കെ ജയിലിൽ യഥാർത്ഥത്തിൽ അതുണ്ട്. ജയിലിൽ നോമ്പ് വെക്കും തടവുകാരുണ്ട്. അവർക്ക് അവിടെ പ്രത്യേകമായിട്ട് കഞ്ഞിയും മറ്റുമൊക്കെ ഉണ്ടാക്കലുണ്ട് അവർ. പക്ഷെ ആദ്യത്തെ 1-2 ദിവസക്കാലം എനിക്ക് അവരുമായി ബന്ധപ്പെടാനോ മറ്റോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ നോമ്പ് കഴിഞ്ഞ് 2ാമത്തെ നോമ്പിന് ആണെന്നാണ് എൻ്റെ ഓർമ്മ, രാത്രിയിൽ അവരുണ്ടാക്കിയ ഒരു ഭക്ഷണം കൊണ്ടുവന്ന് തന്നു. സത്യത്തിൽ ആ ഭക്ഷണം കഴിച്ച് എനിക്ക് എന്തുകൊണ്ടോ അന്ന് രാത്രിയിൽ വലിയ ഛർദിലും വലിയ വയറിന് അസ്വസ്ഥതയും വലിയ ബുദ്ധിമുട്ടൊക്കെ ആയി. ശരിക്കും മറക്കാനാവാത്തൊരു നോമ്പാണ് പരപ്പന അഗ്രഹാര ജയിലിലെ ആദ്യ ദിവസങ്ങളിലെ നോമ്പ്. ജീവിതത്തിൽ ഒരു വ്യക്തി ആർജിച്ചെടുക്കുന്ന ഭക്ഷണശീലങ്ങളും മറ്റും നിഷേധിക്കപ്പെടുന്ന ജയിലിനകത്തെ നോമ്പിനോട് മഅ്ദനി എന്നേ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. പിന്നീട് മെല്ലെ മെല്ലെ അങ്ങ് താതാത്മ്യം പ്രാപിച്ചു. ശരിക്കും ജയിലിലായാലും പുറത്തായാലും അന്ന് ഇപ്പോഴും യൂറിക് ആസിഡ് ഉള്ളതുകൊണ്ട് കഴിയാറില്ല കഴിക്കാൻ. പ്രധാനമായും നോമ്പ് തുറക്കുമ്പം കുറച്ച് ചായ അധികം കുടിക്കലായിരുന്നു ഒരു പ്രത്യേകമായ പതിവ്. വേറെ പ്രത്യേക ഭക്ഷണങ്ങളോടൊന്നും വലിയ താല്പര്യം കാണിക്കാറില്ല. അപ്പോൾ ആ ചായ ജയിലിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കിട്ടാക്കനിയുമാണ്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടാണ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടൊക്കെയാണ് ലാസ്റ്റ് കുറച്ച് ചായ നോമ്പ് തുറക്കുന്ന സമയത്ത് കിട്ടിത്തുടങ്ങിയത്. പക്ഷെ പിന്നീട് അതിന് ശേഷമുള്ള നോമ്പുകളൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങനെ പോയി ജയിലിൽ.
നോമ്പ് മാത്രമല്ല, വെള്ളിയാഴ്ചകളിലെ ജുമാ നമസ്കാരം മുതൽ പെരുന്നാൾ നമസ്കാരങ്ങൾ വരെ ജയിലിൽ അനുഷ്ഠിക്കേണ്ടി വരികയെന്ന അപൂർവ അനുഭവങ്ങൾ. ശരിക്കും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇത് രണ്ടാമത്തെ നോമ്പാണ്. ആദ്യം ഒരു മൂന്നാമത് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം നോമ്പ് കാലത്ത് ആണ് അന്ന് എനിക്ക് ജാമ്യം കിട്ടിയതും. അങ്ങനെ ജാമ്യം കിട്ടി പുറത്തു വരുന്നത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഇത് അടുത്ത ഒരു നോമ്പ് കഴിഞ്ഞു, അടുത്ത നോമ്പാണിത്. അപ്പോൾ ജയിലിലുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ശരിക്കും ഈ വെള്ളിയാഴ്ചകളിൽ അവർ പള്ളിയിൽ നമസ്കരിക്കാൻ വിടാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 പെരുന്നാളുകൾക്കും ഈ ജയിലിലെ തടവുകാരൊക്കെ കൂടി ഏതാണ്ട് 900-ഓളം മുസ്ലിം തടവുകാർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഈ ജയിലിൽ മാത്രം ജനസംഖ്യ ആനുപാതികമായ സംവരണം കിട്ടുന്നുണ്ട്. തടവുകാർ ജനസംഖ്യയ്ക്ക് അനുസരിച്ച് തന്നെ ജയിലിലുണ്ട്. അവിടെ 5000 തടവുകാരിൽ ഏകദേശം 900 പേരോളം മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ ആ ഒരുപാട് കേസുകളിൽ പെട്ടവരുണ്ട്, കുറേ നിരപരാധികളുണ്ട്, ഇല്ലാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ആ തടവുകാരൊക്കെ കൂടി പെരുന്നാളിന് പുറത്തുനിന്ന് ഇവിടുത്തെ ഈ ജമിയത്തുല്ലമായ ഹിന്ദിൻ്റെ മറ്റോ പ്രതിനിധികളായ പണ്ഡിതന്മാർ വന്നിട്ട് അവിടെ അവർ നേതൃത്വം കൊടുത്തിട്ട് പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കലാണ് പതിവ്. അപ്പോൾ ആ 2 പെരുന്നാൾ നമസ്കാരത്തിന് എനിക്ക് പങ്കെടുക്കാൻ പോലീസ് ജയിൽ ഉദ്യോഗസ്ഥർ അനുവാദം തരുമായിരുന്നു. അവർ കുറച്ച് ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കും, എങ്കിലും കൊണ്ടുപോകും, നിസ്കരിക്കും, അവിടുത്തെ പ്രസംഗവും കാര്യമൊക്കെ കേട്ട് അവിടെ എല്ലാ പെരുന്നാൾ നമസ്കാരങ്ങൾക്കും പെരുന്നാളിന് നമസ്കാരത്തിന് ശേഷം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ മുസ്ലിം തടവുകാരെ വക ഒരു സ്വീകരണം കൊടുക്കാറുണ്ട്. അവരിതൊക്കെ ഈ പെരുന്നാളിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി അനുവദിച്ചു കൊടുത്തതിന്. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്തതിന് ശേഷം എത്താനുള്ള ഒരു അവസരം കിട്ടുമായിരുന്നു. എന്നാൽ തടവുകാരനായിരിക്കുമ്പോഴുള്ള ആരാധനാ സ്വാതന്ത്ര്യം ജാമ്യത്തിൽ ചികിത്സയിൽ കഴിയുമ്പോൾ മഅ്ദനിക്ക് ലഭിക്കുന്നില്ല. ശരിക്കും ഈ ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം ഇതുവരെ ഒരു പെരുന്നാൾ നമസ്കാരത്തിനും എനിക്ക് പള്ളിയിൽ പോകാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, ഇവിടെ ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ താഴ്ഭാഗം ഒരു വലിയ മുസ്ലിം പോക്കറ്റാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അല്പസമയം കഴിഞ്ഞാൽ അറിയാം, ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു 10-30 ബാങ്ക് പള്ളികളിൽ നിന്നുള്ള ബാങ്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിൻ്റെ സമയത്തുള്ള പ്രത്യേകമായ ബാങ്കും ഖുതുബയും പ്രസംഗവും ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സുവല്ലാതെ വിഷമിക്കാറുണ്ട്. കാരണം ഈ തൊട്ടടുത്ത് നോമ്പുകാലം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണല്ലോ. അപ്പോൾ തൊട്ടടുത്ത് ഇത്രയും പള്ളികൾ ഉണ്ടായിട്ട് പോലും എനിക്കൊരു പള്ളിയിൽ പോയി വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കാൻ കഴിയുന്നില്ല. പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് ഇതുവരെയും എന്നെ അനുവദിച്ചിട്ടില്ല. ആദ്യത്തെ ആ ഒരു പെരുന്നാളിൽ ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചപ്പോൾ തന്നില്ല. അന്ന് ഹോം സെക്രട്ടറി തന്നെയാണ് എൻ്റെ അപേക്ഷയെ നിരസിച്ചുകൊണ്ടുള്ള അവരുടെ കത്ത് മറുപടി തന്നത്. അപ്പോൾ വീണ്ടും അത് തന്നെ ആയിരിക്കും അനുഭവം എന്നുള്ളതുകൊണ്ട് പിന്നീട് അതിന് ശ്രമിച്ചിട്ടില്ല. ചുരുക്കത്തിൽ പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാര്യയും വല്ലപ്പോഴുമൊക്കെ കുട്ടികളും ഒക്കെ വരാറുള്ളതും വിസിറ്റേഴ്സൊക്കെ വരാറുള്ളതും അതൊക്കെ ഒരു ആശ്വാസപരമായ കാര്യമായിരിക്കുമ്പോഴും പെരുന്നാൾ നമസ്കരിക്കാനുണ്ടായിരുന്ന ഒരു അനുമതി പോലും ജയിലിലുണ്ടായിരുന്നത് പുറത്ത് കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. RSSകാർ ബോംബെറിഞ്ഞ് ഒരു കാൽ നഷ്ടമായ അവസ്ഥയിലായിരുന്നു ആദ്യ ജയിൽവാസം. അന്ന് അനുഭവിച്ച യാതനകൾ 2ാം ജയിൽവാസത്തിലും പിന്തുടരുന്നു. ഇന്ന് പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന മഅ്ദനിയെ വേട്ടയാടുന്നു. അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക്, വൈഫും ഞാനും കൂടെ സഹായത്തിന് നിൽക്കുന്ന കുട്ടികളുണ്ട്. അവരെ പള്ളിയിൽ തന്നെ വിടും ഞാൻ, അവരുടെ ആ ഒരു അവസരം നിഷേധിക്കേണ്ടെന്ന് കരുതിയിട്ട്. പിന്നെ കാഴ്ചയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. പക്ഷെ നല്ലൊരു ശക്തമായ ഇടത് കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂ. വലത് കണ്ണ് കാഴ്ച തികച്ചും മങ്ങിയിട്ടാണുള്ള. ഇടത് കണ്ണിന് ഒരു 30-35% കാഴ്ചയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു വളരെ പവറുള്ള ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതെപ്പോഴും വെച്ചാൽ തലവേദന എടുക്കും, പവർ കൂടിയതായതുകൊണ്ട്. അപ്പോൾ കുറച്ച് ഈ വലിയ അക്ഷരമുള്ള ഖുർആൻ വെച്ചിട്ടുണ്ട്. ഖുർആൻ ഓതാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. എല്ലാ മുൻകാലത്ത് പുറത്തുള്ളത് പോലെ തന്നെ ജയിലിലായപ്പോഴും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഖുർആനൊരു ഖത്തം ഓതി തീർക്കാൻ ശ്രമിക്കാറുണ്ട്. കണ്ണിൻ്റെ ബുദ്ധിമുട്ടുള്ളപ്പോഴും ഖുർആനായതുകൊണ്ട് നമുക്ക് കുറച്ച് ഹൃദിസ്ഥമാണല്ലോ കുറേയൊക്കെ, അതുകൊണ്ട് അങ്ങനെ ഓതിപ്പോകാൻ പറ്റും. വലിയ അക്ഷരവുമാണ്. പിന്നെ തറാവീഹ് നമസ്കാരവും വൈഫുമായിട്ട് ഇവിടെ തന്നെ ജമാഅത്തായിട്ട് ഞാൻ റൂമിൽ തന്നെ, ഇത് തന്നെയാണ് എൻ്റെ പള്ളി, എൻ്റെ വീടും പള്ളിയൊക്കെ ഈ കട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ കട്ടിൽ ഞാൻ നമസ്കരിക്കാറുണ്ട്. പ്രമേഹം, തകരാറിലായ കിഡ്നി, കിടക്കയിൽ നിന്ന് പരസഹായം കൂടാതെ ചലിക്കാൻ പോലുമാകാത്ത മഅ്ദനിക്ക് ഇത്രയും പ്രതികൂല സാഹചര്യത്തിലും നോമ്പ് ഒഴിവാക്കാൻ കഴിയുന്നില്ല. നോമ്പിനോട് ബന്ധപ്പെട്ട മറ്റ് ആരാധനാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് എൻ്റെ ആശങ്ക ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നോമ്പ് നോക്കാൻ പറ്റുമെന്ന്. കാരണം നോമ്പിൻ്റെ തൊട്ട് തലേ ദിവസം വളരെ അസുഖം കൂടി, കിഡ്നിയുടെ അസുഖം കുറച്ച് മൂർച്ഛിച്ചു, BP വല്ലാതെ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ തുടങ്ങി, നെഞ്ചുവേദന ഉണ്ടായി, ഒക്കെ കൂടി ഒരേ സമയത്ത് വന്നു. പിറ്റേന്ന് നോമ്പുമാണ്, വല്ലാതെ മാനസികമായി വിഷമിച്ചു.
പിന്നെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വിവരവും വാർത്തയൊക്കെ പുറത്തു വന്നു. ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. കേരളത്തിലെ ഒട്ടുമിക്ക പള്ളികളിലും എന്നോട് വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ടെങ്കിലും ഒരു വിശ്വാസി എന്ന നിലയിൽ എന്നോടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും ജനങ്ങൾ കാണിക്കുന്നതുകൊണ്ട് ഒട്ടുമിക്ക പള്ളികളിലും പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്തായാലും നോമ്പ് 1 മുതൽ കുറേ ക്ഷീണവും വിഷമമൊക്കെ ഉണ്ടെങ്കിലും നോമ്പ് പിടിക്കാൻ കഴിയുന്നുണ്ട്. മറ്റാരാധനകളും ഇവിടെ ഇരുന്നുകൊണ്ട് നിർവഹിക്കുന്നുണ്ട്. ജുമായിക്ക് പോകാൻ പറ്റുന്നില്ല, പെരുന്നാൾ നിസ്കാരത്തിന് പോകാനും കഴിയുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായൊരു കാര്യമാണ്. മഅ്ദനിയുടെ അത്ര പോലും പരിഗണന ലഭിക്കാത്ത, എന്നാൽ സമാനമായ കേസുകളിൽ തടവറകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് നിരപരാധികൾ ഇന്ത്യയിലുണ്ട്. ലോകത്ത് നോമ്പെടുക്കുന്നവരിൽ തന്നേക്കാൾ ദൗർഭാഗ്യവാന്മാരായ വിശ്വാസികളുണ്ടെന്ന് മഅ്ദനി ഓർക്കുന്നു. എനിക്ക് ഈ കിട്ടുന്ന ഇത്രയെങ്കിലും സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ ലോകത്ത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ലോകത്ത് നടക്കുന്ന സിറിയയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന വാറും മറ്റു പ്രശ്നങ്ങളും അസമാധാനത്തിൻ്റെ ഒരു അശാന്തിയുടെ ഒക്കെ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും ജനങ്ങൾ പുറത്ത് ലോകത്തായിട്ട് പോലും നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു വലിയൊരു കേസിൽ തന്നെ കൊടുക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ വളരെ പർപ്പസീവായിട്ട്, അതായത് ഇപ്പോൾ തന്നെ ഈ റംസാൻ കാലത്ത് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷമം ഇപ്പം നിങ്ങൾ കണ്ടു. ഒരു തെറ്റും ചെയ്യാതെ 9 വർഷം കാരാഗ്രഹത്തിൽ വിചാരണ തടവുകാരനായി കഴിഞ്ഞ മഅ്ദനി ഭരണകൂടം പൗരന്മാർക്ക് മേൽ നടത്തുന്ന വേട്ടയെക്കുറിച്ച് നിരവധി രാഷ്ട്രീയ ചോദ്യങ്ങൾ ഇന്ത്യയിലെ പൊതുമണ്ഡലത്തിൽ ഉയർത്തിയിരുന്നു. 2ാം വട്ടത്തിൽ ജാമ്യത്തിൽ കഴിയുമ്പോഴും ഈ വിചാരണ എന്ന് അവസാനിക്കുമെന്നോ തനിക്ക് എന്ന് മോചനം സാധ്യമാകുമെന്നോ ഒരു ഉറപ്പും പ്രതീക്ഷയുമില്ല മഅ്ദനിക്ക്. തടവിൽ കഴിയുമ്പോഴുള്ളതിനേക്കാൾ കർക്കശമാണ് മഅ്ദനിക്ക് ജാമ്യത്തിൽ ചികിത്സയിൽ കഴിയുമ്പോൾ നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നത്. എനിക്ക് എതിരെ പറയുന്ന ഏതെങ്കിലും ഒരു സാക്ഷി കോടതിയിൽ വന്നാൽ മാത്രമേ ഞാൻ കോടതിയിൽ പോകേണ്ടതുണ്ടായിരുന്നുള്ളൂ. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 4 മാസക്കാലവും ജയിൽ വളപ്പിലുള്ള ആ കോടതിയിൽ തന്നെ ആയിരുന്നു കേസ് നടന്നിരുന്നത്. ഒരിക്കൽ പോലും ഞാൻ കോടതിയിൽ പോകാൻ ജഡ്ജി ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇത്രയും ശാരീരിക പ്രശ്നം കൊണ്ട് ഞാൻ വിഷമിക്കുന്ന ഈ സമയത്ത് എൻ്റെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ടുകളും അവിടെ ഹാജരാക്കിയാലും കോടതി എന്തുകൊണ്ടോ PP ശക്തമായി ആവശ്യപ്പെടുന്നു, ജഡ്ജി അതിനനുകൂലമായി നിൽക്കുന്നു. എല്ലാ ദിവസവും ഞാൻ കോടതിയിൽ ഉണ്ടാകണമെന്നാണ്. എനിക്ക് സാക്ഷി ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ ഇന്നും ഞാൻ രാവിലെ 9 മണിക്ക് പോയി, 5 മണിക്കാണ് ഇടയ്ക്കൊരു ചെറിയ ജഡ്ജിക്കുള്ള ലഞ്ച് ബ്രേക്ക് ടൈമിൽ വണ്ടിയിൽ വന്നിരുന്നിട്ട്, എൻ്റെ വാഹനത്തിൽ വന്നിരുന്നിട്ട് അതിൽ ഒന്ന് ഒന്നുകൊടുത്ത് നമസ്കരിച്ചു. എന്നിട്ട് വീണ്ടും കോർട്ടിലേക്ക് തന്നെ പോയി. തിരിച്ച് വീണ്ടും ഇവിടെ എത്തി. ഇപ്പോൾ എത്തുമ്പോൾ 5 മണിയായി, 6 മണി 5:30 മണിയായി ഇവിടെ വരുമ്പോൾ. ഇപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ ഈ കാലിൻ്റെ വല്ലാത്ത അസ്വസ്ഥത, കിഡ്നിയുടെ പ്രശ്നം കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൂടാതെ തന്നെ ഈ കാലിന് ഒരു ചലനശേഷി ഇല്ലായ്കയുണ്ട്, കുറവുണ്ട്. പിന്നെ സ്പർശനശേഷിയൊക്കെ വളരെ കുറവാണ്. അപ്പം ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ഷുഗറിൻ്റെ പാരമ്യത്തിലായതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഈ ശാരീരിക പ്രശ്നങ്ങളുടെ ഇടയിൽ അങ്ങനെ കുറേ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അനുഭവങ്ങൾ ഊതിക്കാച്ചിയ അപൂർവമായ ഒരു ആത്മീയ ശക്തിയുണ്ട് മഅ്ദനിക്ക് കൂട്ടിനായി. പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ച് അത് പിന്നെ ഒരു ആസ്വദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഏതാണ്ട് ഞാനൊരു ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ വിഷമങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് വിഷമങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്.
അതെനിക്ക് സർവശക്തനായ ദൈവം തന്നിട്ടുള്ള ഒരു ക്ഷമ എനിക്കുണ്ട് ആ കാര്യത്തിൽ. ഇതുവരെയും എൻ്റെ ഈ ദീർഘമായ 1.5 പതിറ്റാണ്ട് പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഞാൻ ദൈവം എന്താ എനിക്കിങ്ങനെ തന്നത്, എന്താ ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഒരു പരീക്ഷണം തരുന്നു, ഞാനതങ്ങ് സ്വീകരിക്കുന്നു. വിഷമം കൂടുമ്പോഴൊക്കെ ഖുർആനിലേക്ക് ഞാൻ അല്ലെങ്കിൽ അതുപോലുള്ള മതപരമായ ഗ്രന്ഥങ്ങളൊക്കെ കുറച്ച് വായിക്കുകയോ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ സമാധാനം ഉണ്ടാവും. ആ നിലയിൽ അങ്ങ് പോകുന്നു. ഈ റംദാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനർജി ഉണ്ടാക്കുന്ന ഒരു മാസമാണ്. എല്ലാ വർഷങ്ങളും റമദാന് മുമ്പ് എനിക്ക് ഒരുപാട് ശാരീരിക പ്രശ്നം ഉണ്ടാവും. പക്ഷെ ആ നോമ്പ് ഞാൻ പിടിക്കുന്ന ആ ഒരു 30 ദിവസം സർവശക്തൻ്റെ അനുഗ്രഹത്താൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങ് തീരും. നോമ്പ് കഴിയുമ്പോൾ വീണ്ടും അസ്വസ്ഥതകൾ കൂടുതൽ ആരംഭിക്കും. അങ്ങനെ ഒരു പതിവാണ് സാധാരണ ഉള്ളത്. എന്തായാലും നോമ്പ് ഒരു സന്തോഷത്തോടു കൂടി നോക്കാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ തടവറ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള മികച്ച ഇടമാണ് എന്നാണ് മഅ്ദനിയുടെ അഭിപ്രായം. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവവും. നോമ്പ് ശരിക്കും ഒരു എല്ലാത്തിൽ നിന്നും അകന്നു നിന്നുള്ള ഒരു സാധനയാണല്ലോ. ശരിക്കും മനസ്സിനെ, ഹൃദയത്തെ, ശരീരത്തെ ഒക്കെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കേണ്ട സമയമാണ്. പുറം ലോകത്തായാൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ, വിമർശനങ്ങളിൽ, ആക്ഷേപങ്ങളിൽ, ആക്ഷേപിക്കപ്പെടുന്നതിന് മറുപടി പറയുന്നതിൽ ഒക്കെ ആയിപ്പോവും. ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒതുങ്ങി നോമ്പ് കാലത്ത് ഞാൻ പലപ്പോഴും ആലോചിക്കും, ജയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആശുപത്രിയോ ഒക്കെയാണ് നല്ലതെന്ന് ചിന്തിക്കാറുണ്ട്. ഈ ആത്മീയ കരുത്താണ് ഏതൊരു വേട്ടയാടലിനെയും ക്ഷമയോടെ, സഹനത്തോടെ നേരിടാൻ മഅ്ദനിയെ പ്രാപ്തമാക്കുന്നത്. ശരിക്കും ഭക്ഷണത്തെ കുറച്ച് ശരീരത്തെയും അതുവഴി ആത്മാവിനെയും രൂപപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. അപ്പം അത് കഴിയുമെങ്കിൽ എനിക്ക് ഉറപ്പാണ്, തീർച്ചയായിട്ടും അത് പിന്നീടുള്ള ഒരു വർഷത്തേക്ക് തന്നെയുള്ള ഒരു എനർജിയാണ്. അതെനിക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം നോമ്പിലൂടെ. നോമ്പ് മാസമായി കഴിഞ്ഞാൽ നോമ്പിൻ്റെ നമസ്കാരം, പ്രാർത്ഥന, നോമ്പിൻ്റെ അവസാന ദിവസമൊക്കെ ആകുമ്പോൾ മനസ്സിന് വലിയ വിഷമമാണ്, നോമ്പ് പോകാൻ പോകുന്നു എന്നുള്ള, തീരുന്നു എന്നുള്ള ആ പ്രയാസം. അത് സർവശക്തനായ ദൈവം തന്നിട്ടുണ്ട്. ഇനിയും എത്ര നാൾ ഈ തടവറവാസം തുടരുമെന്നോ എന്ന് മോചിതനാകുമെന്നോ മഅ്ദനിക്കറിയില്ല. എങ്കിലും തടവറയിലെ ഓരോ റമദാൻ വ്രതവും ആ മനസ്സിനെ കൂടുതൽ കരുത്തുറ്റതാകുന്നു, ശരീരത്തെ രോഗങ്ങൾ കാർന്നു തിന്നുമ്പോഴും.